കണ്ടു വെച്ചാ എന്ത് വലിയ ബിൽഡിംഗ് ആണ്. ഈ സിറ്റിയിലൊക്കെ വന്ന ബിൽഡിങ്ങുകൾ കണ്ട് ക്ഷീണിക്കുന്ന തോന്നുന്നു. ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങൾക്കും നല്ല ഉയരവാ. അതുകൊണ്ടായിരിക്കും പല്ലവി ചിലപ്പോ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കണ്ട മോളെ. മര്യാദയ്ക്ക് നോക്കി തരുന്നൂടെ? ആദ്യമായിട്ടാണ് സിറ്റിയിലേക്ക് വരുന്നത്. നടക്കാൻ പോലും അറിയില്ല. ഇത് മുംബൈയിലെ പണക്കാർ താമസിക്കുന്ന സ്ഥലമാ. ഈ സ്ഥലത്ത് എന്തായാലും സൈൻ ബോർഡ് വെക്കണം, പണക്കാരല്ലാതെ ഗ്രാമവാസികൾ വരാൻ പാടില്ലെന്ന്. ഇനി വീട്ടിൽ പോയി ഒന്ന് കുളിക്കണം. ഓ, ഇതെന്താണിത്? വല്ലത്തൊരു നാറ്റം. ഓ മൈ ഗോഡ്, അത് കടുകണ്ണയുടെ മണം പോലെയുണ്ടല്ലേ. ഓഫ്, ഒരു കെട്ട നാറ്റാ വരുന്നത്. ഓഫ്, ഈ ഗ്രാമത്തിലുള്ളവർക്ക് വൃത്തികെട്ട നാറ്റാ. തനിക്ക് കണ്ണൂടെ എന്റെ വില കൂടിയ സൂട്ട് നശിപ്പിച്ചു കളഞ്ഞത്. അയ്യോ സാറേ, ക്ഷമിക്കണം, എനിക്കറിയാതെ പറ്റിപ്പോയതാ. വേണമെങ്കിൽ ഞാൻ ഇതുകൊണ്ട് കുറച്ച് ഇനി അഴുക്കാവും. നിങ്ങൾക്ക് ഇത് ഡ്രൈ ക്ലീൻ ചെയ്താലുള്ള പൈസ പോലും കയ്യിലുണ്ടെന്ന് തോന്നില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്ത്? ഒരു മിനിറ്റ്, നിങ്ങളല്ലേ ഒന്നും നോക്കാതെ ഫോൺ സംസാരിച്ചോണ്ട് വന്നേ. നിങ്ങളുടെ കയ്യിലുള്ള കോഫി എന്റെ അച്ഛന്റെ മേത്തും വീണില്ലേ? പിന്നെ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത്? ഈ വയസ്സിന്റെ തല്ലിപ്പൊളി ഉടുപ്പേ എന്റെ കോട്ടിന്റെ 7 പോലും വരില്ല. ഇതിന്റെ വില എത്രയെന്നറിയോ? ശരി, ഈ കോട്ടിന്റെ കാര്യം പോട്ടെ, ഈ കാപ്പിയുടെ വില എത്ര നിനക്കറിയോ? അത് നിങ്ങൾ ഒരു മാസം റേഷൻ വാങ്ങിക്കുന്ന അത്രയും വരും. ബ്ലഡി പുവർ പീപ്പിൾ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വർത്താനം പറയാൻ എന്ത് യോഗ്യതയുള്ളത്? ഏത് പട്ടിക്കാട്ടിൽ വന്നതെന്ന് അറിയില്ല. അല്ല, നിങ്ങളിപ്പോ എന്താ ഈ പറഞ്ഞു വരുന്നേ? നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ചോദിക്ക്. ഞാൻ സരിക, പിന്നെ ഇത് എന്റെ അച്ഛൻ. ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നാ വരുന്നേ. ഇനി എന്തൊക്കെ അറിയണം തനിക്ക്? വെറുതെ നിൽക്കാതെ ചോദിക്കുന്നേ. അവിടുത്തെ രാജാക്കന്മാരായിരിക്കും അല്ലേ? അതിനായിരിക്കും മാറോ. ഇവിടുത്തെ നാട്ടുകാർക്ക് പെരുമാറ്റം എങ്ങനെയാണെന്ന് അറിയില്ല. ആളുകൾക്ക് ഒരു വിലയും നൽകില്ല. അതൊന്ന് കാര്യാക്കണ്ട അച്ഛാ. അച്ഛൻ മോളെ കാണാനല്ലേ വന്നേ, അതോർത്ത് സന്തോഷിക്കും. ഈ ബിൽഡിംഗ് ആണോ? അതെ അച്ഛാ. അച്ഛൻ പല്ലവിയോട് പറയാതെ വന്നത് എന്തായാലും നന്നായി. പെട്ടെന്ന് കാണുമ്പോൾ അവൾക്ക് സന്തോഷാവും. ഏയ്, നിങ്ങൾ എന്താ ജോലിക്ക് പോകണോ? അല്ലല്ല. ഇതെന്താ പബ്ലിക് പാർക്ക് കരുതിയോ? എങ്ങോട്ട് പോവാ എന്നാ പറഞ്ഞേ? ഇതിൽ ഏത് ഫ്ലാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത്? രജിസ്റ്ററിൽ എഴുതേണ്ടി വരും. പിന്നെ നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നതെന്നും പറയേണ്ടി വരും. പിന്നെ വീട്ടു ജോലിക്ക് പോവുകയാണെങ്കിൽ പുറകത്തെ ഗേറ്റോട് പോയാൽ മതി. നിങ്ങൾ ആരെ നോക്കിയ വീട്ടു ജോലിക്കാരെന്ന് പറയുന്നത്? ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. എന്റെ സിസ്റ്റർ പല്ലവി ഈ ബിൽഡിംഗിലാണ് താമസിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛനാ. നിങ്ങളെ കണ്ടാ അങ്ങനെ തോന്നില്ലല്ലോ. ഇവിടെ താമസിക്കുന്നവരുടെ ബന്ധുക്കളെല്ലാം വലിയ കോടീശ്വരന്മാരാണ്. നിങ്ങളെ പോലെ ഇങ്ങനെ പിച്ചക്കാരൊന്നും ആയിരിക്കില്ല അവര്. അമ്മാവാ, നിങ്ങളോട് പോകുന്നു. എന്റെ അച്ഛനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് മര്യാദ? അങ്ങനെ എന്താ വലിയ VIP ആണോ? ഇവിടെ ജോലി ചെയ്യുന്നവർ പോലും നല്ല ഡ്രസ് ഇട്ടാ വരുന്നത്. നിങ്ങൾക്ക് എന്താ ഇത്ര അഹങ്കാരം? ശരി ശരി, പോയിക്കോ. കളവ് പറഞ്ഞ് അകത്തോട്ട് കയറുന്നു വിചാരിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ വല്ല കള്ളന്മാരാണോ? ആഹാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായിരിക്കും കള്ളന്മാര്. ഇത് നോക്ക്, കണ്ടോ? ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയാ. പല്ലവി എന്റെ സിസ്റ്ററാ. ഇത് ഞങ്ങളുടെ പല്ലവി മേഡത്തിനെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഫോട്ടോഷോപ്പ് പോലും ചെയ്തു? അങ്ങനെ പറഞ്ഞാ? ശരി ശരി, അകത്തോട്ട് പോയിക്കോ. ചെല്ലേ ചെല്ലേ. അയ്യോ എന്റെ ദൈവമേ, ഇപ്പൊ ഇതാരാ വന്നിരിക്കുന്നേ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അച്ഛാ, ഞാൻ പല്ലവിയെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? നിന്നെ കണ്ട സന്തോഷത്തിൽ അവള് തുള്ളിച്ചാടും. പല്ലവി മോളെ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ആരാത്? അയ്യോ, ആരുമില്ല. ഏതോ സംഘത്തിലേക്ക് ഡൊണേഷന് വേണ്ടി വന്നവരെ ഇവര്. ഡൊണേഷനോ? എന്താ മോളെ പറയുന്നേ? പല്ലവി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരകത്ത്? അല്ല, അയാളോട് എന്തിനാ ഞങ്ങൾ ഡൊണേഷന് വന്നാന്ന് പറഞ്ഞ? നിനക്ക് എന്നെ അച്ഛനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? നീ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പഠിച്ച് ജോലി വാങ്ങിക്കാനല്ലേ? ഞാനും മീരയും രാപകരില്ലാതെ കഷ്ടപ്പെട്ട് തോട്ടത്തിൽ ജോലി എടുത്തു. ഇപ്പോ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ? എന്താ പ്രശ്നം? അച്ഛനോ? ഈ വയസ്സായ മനുഷ്യൻ നിന്റെ അച്ഛനാണെന്നോ? നീ നിന്റെ അച്ഛൻ ഡൽഹിയിലെ വലിയ ബിസിനസ്മാനാണെന്നല്ലേ പറഞ്ഞത്? അത് മാത്രമല്ല, അയാൾക്ക് 5000 കോടിയോളം സ്വത്തുണ്ടെന്നും. അതെന്താണെന്ന് വെച്ചാൽ മിണ്ടരുത്. നീ എന്നെ 6 മാസമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുക. എന്റെ ഗേൾ ഫ്രണ്ട് ഒരു പാവപ്പെട്ട കർഷകന്റെ മോളാണെന്നോ? അല്ല വിക്കി, അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അവരെ പോലൊന്നും അല്ല. ഞാൻ കുറച്ച് ഡിഫറെന്റാ. എനിക്ക് അവരെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഞാൻ ശരിക്കും നിന്നെ തന്നെ സ്നേഹിക്കുന്നത്. ഷട്ട് അപ്പ്. നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞു. ഇത്രയും വലിയ കള്ളം പറഞ്ഞിട്ട് നീ എന്റെ എത്ര കാശ് വിഴുങ്ങിടി? ഏയ്, എന്റെ ചേച്ചിയോട് മര്യാദയ്ക്ക് സംസാരിക്കണം നിങ്ങൾ. ഞാൻ നീയായിട്ട് ബ്രേക്കപ്പ് ആവാണ്. എന്റെ പുറകെ വരരുത്, മനസ്സിലായോ? അല്ല അല്ല വിക്കി, പല്ലവി. ഒന്ന് നിക്ക്. പല്ലവി, വിക്കി വിക്കി പ്ലീസ്. ഓ അല്ല പ്ലീസ്, ഐ ലവ് യു സോ മച്ച്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വിക്കി. നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അറിഞ്ഞിരുന്നു. പറയുന്നൊന്ന് കേൾക്കുന്നേ. പല്ലവി, മീരെ മോളെ, നിനക്ക് എന്താ ചെയ്തെന്ന് അറിയോ? നിങ്ങൾ കാരണം എന്റെ ബോയ് ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി. പല്ലവി, ആ പോയവന് വേണ്ടിട്ടല്ലേ നീ പെണ്ണടിച്ച്?
അവൻ എന്താ നിന്നോട് ചെയ്ത? എങ്ങനെ സംസാരിച്ചെന്ന് കണ്ടില്ലേ? ഒരു തരി പോലും മര്യാദയില്ല അവന്. അങ്ങനെയുള്ളവനാണോ നിന്റെ ബോയ് ഫ്രണ്ട്? ഞാൻ അവനെ എത്ര സ്നേഹിച്ചെന്ന് അറിയോ നിനക്ക്? നിനക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ മുംബൈയിൽ ജീവിക്കണമെങ്കിൽ എത്ര പണം വേണ്ടി വരുമെന്ന്. ഡ്രസ്സ്, മേക്കപ്പ്, 5 സ്റ്റാർ ഹോട്ടൽ ബിൽസ്, അതെല്ലാം വിക്കിയായിരുന്നു അടയ്ക്കുന്നത്. എന്റെ കയ്യിൽ ഒരു റണ്ണിങ് ക്രെഡിറ്റ് കാർഡ് വരെയുണ്ട്. അത് ലിമിറ്റ് ഇല്ലാതെ. അവന്റെ കൂടെ സെറ്റിൽ ആവുന്നതൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ. നിങ്ങൾ രണ്ടുപേരും കൂടി കയറി വന്ന് എന്റെ ലൈഫ് തന്നെ ഇല്ലാതാക്കി. പല്ലവി, നീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അതുമല്ല, നിനക്ക് നല്ല പഠിപ്പുണ്ട്. അതും നീ സ്വന്തം കാലല്ലേ നിൽക്കുന്നത്. അവന്റെ സഹായമില്ലാതെ തനിയെ കാര്യങ്ങൾ ചെയ്തൂടെ? ആ ജോലി കൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പറ. എനിക്ക് ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട് മീര. വലിയൊരു കാറിൽ പോകണം, ബ്രാൻഡഡ് ഡ്രസ്സുകൾ മാത്രം ഇടണം, പ്രൈവറ്റ് ജെറ്റിൽ പോകണം. അതുപോലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഈ ജോലി കൊണ്ട് എനിക്ക് പറ്റില്ല. അത് ഏതെങ്കിലും ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ചാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാ. അച്ഛന് BP കുറഞ്ഞെന്ന് തോന്നുന്നു. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല. പല്ലവി, എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വാ. കിച്ചണിൽ പോയി തന്നെ അങ്ങ് എടുത്താൽ മതി. ഞാൻ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. നീ ഇങ്ങനെയൊക്കെയാണോ നിന്റെ അനിയത്തിയോട് സംസാരിക്കുന്നത്? ഇവള് രാപകരില്ലാതെ കഷ്ടപ്പെടുന്നതെല്ലാം നിനക്ക് വേണ്ടിയാ. അത് നീ മറക്കരുത്. അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. മോളെ, നമ്മളെല്ലാവരും ഒരു കുടുംബമാ. കുടുംബം എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നവരായിരിക്കണം. നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പ്രശ്നങ്ങൾ കൂട്ടുന്നവരായിരിക്കരുത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ചെലവുകളെല്ലാം തന്നെ കൂടാൻ പോവല്ലേ? ഇനി ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുന്നത് പറ. അച്ഛാ, പല്ലവി പറയുന്നത് ശരിയാ. പല്ലവി, ഇത് നിന്റെ കയ്യിൽ വെച്ചോ. കൊടുത്താ കുറച്ച് പൈസ കിട്ടും. മോളെ, നീ എന്താ ഈ ചെയ്യുന്നേ? നിന്റെ ജീവിതത്തിന്റെ ഓർമ്മയ്ക്ക് നീ ഇത് മാത്രമേ ഉള്ളൂ. ഈ ലോക്കറ്റ് ഉണ്ടെങ്കിലേ നിനക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാൻ പറ്റൂ. വേണ്ട മോളെ. എന്റെ അച്ഛാ, നിങ്ങളൊക്കെ എന്റെ സ്വന്തം തന്നെയല്ലേ? വെറുതെ വിഷമിക്കണ്ട. ഞാൻ ഇവിടെ എന്തായാലും ഒരു ജോലി നോക്കാം. എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പൊ പല്ലവിയുടെ ചെലവും കുറയും. അത് കഴിഞ്ഞ് ഞാനിത് തിരിച്ചു വാങ്ങിച്ചോളാം. ഇത് കണ്ടിട്ട് പഴയതാണെന്ന് തോന്നും. പക്ഷെ കുഴപ്പമില്ല, ഇത് വെച്ചാൽ കുറച്ച് പണം കിട്ടും. ക്ലയൻസിനോട് സംസാരിച്ചപ്പോൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. സർ, ബിസിനസ് പ്രപ്പോസൽ അല്ലാതെ മറ്റൊരു പ്രപ്പോസൽ കൂടിയുണ്ട്. ഒരു വലിയ ബിസിനസ്മാൻ അവരുടെ മകളുടെ ബയോഡേറ്റ അയച്ചിട്ടുണ്ട്. സാറിനായിട്ടുള്ള കല്യാണം നടത്താനാ. ഞാൻ തന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. എന്റെ മനസ്സ് പറയുന്നുണ്ട് ആ പെൺകുട്ടി ഞാൻ കണ്ടുപിടിക്കുന്നു. പിന്നെ ഈ ലോക്കറ്റ് എന്നെ അവൾക്കരികിലേക്ക് എത്തിക്കും. ഈ ലോക്കറ്റിന്റെ മറ്റൊരു പാർട്ട് അവളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. സോറി സാർ, ബട്ട് 20 വർഷം കഴിഞ്ഞില്ലേ? ഇനി എങ്ങനെ കാണാൻ പോലും അറിയാതെ എന്തിനാ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇനി അവള് സ്പെഷ്യലാണല്ലേ? അതെ, ഷീ ഈസ് വെരി സ്പെഷ്യൽ. എനിക്ക് മറ്റാരേക്കാളും വലുതാണ് അവൾ. ഹലോ, വാട്ട്? സർ, ഈ ലോക്കറ്റിന്റെ രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ, അതാരോ രാജേഷ്, എനിക്ക് കുട്ടിക്കാലം മുതലേ അവളെ അറിയാവുന്ന. ഇതുവരെ എനിക്ക് അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കണ്ണിലുള്ള സത്യസന്ധത, അവളുടെ ഇന്നസെൻസ്, അതെല്ലാം കൊണ്ടും എനിക്ക് അവൾ ഒരിക്കലും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവളാണ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. ഹലോ, വാട്ട്? സർ, ഈ ലോക്കറ്റിന്റെ രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ, അതാരോ പണയം വെച്ചിട്ടുണ്ട്. വാട്ട്? രാജേഷ്, അതാരോ പണയം വെച്ചെന്ന് കണ്ടുപിടിക്കേ. യെസ് സർ. ഞാൻ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണ്ടേ? ഓവല്ലോ, ശരിക്കും എന്റെ പേരക്കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാലോ എന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. കുറച്ച് ഡ്രസ്സൊക്കെ ഓൾറെഡി ഞാൻ വാങ്ങിക്കഴിഞ്ഞു. അതല്ലാതെ മറ്റെന്തെങ്കിലും വാങ്ങാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും. 2 ഓപ്ഷൻസും നല്ലതാ. പക്ഷെ മാം, ഡ്രസ് എന്തായാലും ചീത്തയാവും. കഴിക്കാൻ വാങ്ങിച്ചാൽ അത് തീർന്നു പോകും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ അതിനേക്കാൾ നന്നായിട്ടൊരു കാര്യമുണ്ട്. ഈ ഫോട്ടോ ഫ്രെയിം കൊടുത്തോ. എപ്പോഴാണോ കൊച്ചുമോളെ കാണുന്നത് അപ്പൊ തന്നെ ഒരു സെൽഫി എടുത്തേക്കണം. എന്നിട്ടത് ഫ്രെയിം ആക്കിയാൽ മതി. പിന്നെ ഇത് എപ്പോ കണ്ടാലും കൊച്ചുമോൾക്ക് മുത്തശ്ശിന് ഓർമ്മ വരും. വാവോ, എന്തായാലും നന്നായിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു നല്ല ഐഡിയ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിം ഞാൻ വാങ്ങിക്കോളാം. ശരി, താങ്ക് യു. അടിപൊളി മീര, നീ ആദ്യത്തെ ദിവസം തന്നെ കസ്റ്റമറുടെ കയ്യിലെടുത്തു. ഗുഡ് ജോബ്. താങ്ക് യു സർ. ആഹാ, അത് കൊള്ളാലോ. ബില്ലടയ്ക്കാൻ സാധനം എടുത്തോണ്ട് പോവോ? എക്സ്ക്യൂസ് മീ, ബില്ല് പേ ചെയ്യാതെ നിങ്ങൾ ഇതെടുത്ത് കുടിക്കുന്നത്?
ഐ ആം സോ സോറി, എനിക്ക് ബില്ലടിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാ. മനസ്സിലായി. നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ? കയ്യില് പൈസ Excuse me. ഇല്ല, എനിക്ക് മനസ്സിലായി. ചെറുതിൽ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അടുത്തുള്ള കടയിൽ പോയിട്ട് ആ തേൻമിഠായി എടുത്ത് എങ്ങോട്ടിൽ ഓടിയാലോന്ന് തോന്നും. പക്ഷെ കട്ടെടുക്കുന്ന തെറ്റല്ലേ? എനിക്ക് നിങ്ങൾ മനസ്സിലാവും. പക്ഷേ ഈ കുടിച്ചതിന്റെ പൈസ അടയ്ക്കാതെ പോവാൻ സമ്മതിക്കില്ല. കാശിനായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ പൈസ അടച്ചനെ. പക്ഷെ എന്റെ കയ്യിലും പൈസ ഇല്ലെന്നേ. ഞാനാണെങ്കിൽ ഇന്ന് ഇവിടെ ജോലിക്ക് കയറിയത്. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്റെ മാനേജറോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ തന്നെ നല്ലൊരു ജോലി വാങ്ങിത്തരാം. വാ, ഇപ്പൊ തന്നെ സംസാരിക്കാം. വാ. മീര, നീ എന്താ ചെയ്യുന്നത്? ഇയാൾ എങ്ങോട്ട് കൂടിക്കൊണ്ട് പോകുന്നത്? അത് സർ, ഞാൻ സാറിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. പാവം, ഇയാളുടെ അടുത്ത് പൈസ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ സാറിനോട് പറഞ്ഞ് ഈ മോളില് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കാൻ വന്നതാ. മീര, ഇദ്ദേഹത്തിന് ഞാൻ ഇവിടെ ജോലി കൊടുക്കും. അതെന്താ ചേർക്കാൻ പറ്റാത്ത? ഇയാൾ നല്ലൊരു മനുഷ്യനല്ലേ? കാണാനും നല്ല ഡീസന്റാ. ഇത്രയും വലിയ മോളില് എന്തെങ്കിലും കുഞ്ഞു ജോലികളില്ലാതിരിക്കോ? നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്. ഇതിന്റെ ഓണർ ഞാൻ എങ്ങനെ ജോലിക്കാരനെ എടുക്കുക? എന്താ? അതെ, ഇദ്ദേഹമാണ് മാധവ് മേനോൻ. ഈ മാളിന്റെ ഓണർ തന്നെ ഇദ്ദേഹം. ഈ ലോകത്ത് എന്ത് ആഗ്രഹിച്ചാലും അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയും. അദ്ദേഹമാണ് ഈ മാളിന്റെ ഓണർ. മോളിന്റെ ഓണറോ? നിന്നെ പോലെ വിവരമില്ലാത്തൊരു പെൺകുട്ടി ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നീ ബോസിനോട് മിസ്ബിഹേവ് ചെയ്തതിന് നിന്നെ ഈ ജോലിയിൽ നിന്ന് ഞാൻ പുറത്താക്കാൻ പോവാ. ഗെറ്റ് ഔട്ട്. എന്താ നോക്കിയേക്കുന്നേ? ഐ സേ ഗെറ്റ് ഔട്ട്. നീ ഇവിടെ ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നിന്നെ പോലെ ബുദ്ധിയില്ലാത്ത പെൺകുട്ടിക്ക് ഇവിടെ ജോലിയില്ല. മര്യാദയ്ക്ക് പുറത്തു പോ. ഐ എം സോറി സർ. അവള് നല്ല കുട്ടിയാ. ജോലിയിലധികം പരിചയമില്ല. എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. അവളൊരു നാട്ടുമ്പുറത്തുകാരിയാ. പക്ഷെ അവൾ സത്യസന്ധയായിരുന്നു. അവൾ ഈ ജോലിക്ക് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവളാണ്. എക്സ്ക്യൂസ് മീ, തന്റെ പേരെന്താ? സർ, സരിക. സരിക, നീ നിന്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ടാണ് നിർവഹിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനോട് മിസ്ബിഹേവ് ചെയ്തേനെ. പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ നീ സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് പെരുമാറിയത്. ഇത്തരം ആളുകളെ തന്നെയാണ് എനിക്ക് ജോലിക്ക് ആവശ്യം. പിന്നെ രാകേഷ്, നിങ്ങൾക്ക് ആളുകളെ എങ്ങനെ ജഡ്ജ് ചെയ്യണമെന്ന് അറിയാനുള്ള കഴിവില്ലേ? ഇത്രയും കഴിവുള്ളതാണ് നിങ്ങൾ ഇതിനെ ക്ലീനിങ്ങിന് എടുത്തിരിക്കുന്നത്. ഇവർക്ക് പ്രൊമോഷൻ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഫ്ലോർ മാനേജർ ആക്കണം. മാത്രമല്ല ഇവർക്ക് ശമ്പളം ഒരു 30,000 കൊടുത്തേക്ക്. ശരി സർ. 30,000? താങ്ക് യു സോ മച്ച് സർ. സാർ, സാർ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ലോക്കറ്റ് വെച്ച ആളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. യെസ് സാർ. അതിന് ഫലം കിട്ടുവാണല്ലോ. നിനക്കൊരു കാര്യം അറിയോ? എനിക്കിപ്പോൾ തോന്നുന്നത് അവൾ എനിക്ക് തൊട്ടടുത്ത് വെച്ച് കാണുമെന്നാ. ഈ കാണുന്ന പെൻഡൻ ആരുടെ? അത് എന്റെ മോളുടെയാ. 20 വർഷങ്ങൾക്ക് മുമ്പ് അവളെ എനിക്ക് എന്റെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാ. ആ കുഞ്ഞിനെ ഞാൻ ദത്തെടുത്ത് വളർത്തിയതാ. എന്നാലും അവൾ എന്റെ മോള് തന്നെയാ. പിന്നെ സാർ, 20 വർഷം മുമ്പേ നിങ്ങളുടെ ഫിയാൻസിയെ കാണാതെ പോയതല്ലേ? ഇനി അവരാകും ഇത്. അതിരിക്കട്ടെ, നിങ്ങളാരാ? ഈ ലോക്കറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ലോക്കറ്റ് ആരുടെ കയ്യിലാണ് ഉള്ളത്? അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ്. ചക്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരേ ഒരു മുതലാളി. ആ കാര്യം അറിയോ നിങ്ങൾക്ക്? ആ സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു അവകാശി അനന്യ. ദത്തെടുത്തൊരു പെൺകുട്ടി വലിയ കോടീശ്വരിയാണെന്നോ? അത് മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ മിസ് അനന്യയും സാറുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച. അതുകൊണ്ട് അനന്യ ഇവരുടെ ഫിയാൻസിയാണ്. നോക്ക്, നിങ്ങൾ നിങ്ങളുടെ മകളെ ഒന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാമോ? അവളുടെ കയ്യിൽ ഇത്തരം പെൻഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായും. എന്റെ മോള് നല്ല ഭാഗ്യമുള്ളവളാ. ഞാൻ അവളെ ഇപ്പൊ തന്നെ വിളിച്ചുകൊണ്ടുവരാം. ആ ലോക്കറ്റ് എന്റെയാ. ഇരുപത് വർഷത്തിന് മുൻപ് എന്റെ പേരൻസിന് എന്നെ മിസ്സായതാ. അല്ല, നിങ്ങളാണോ മാധവ് മേനോൻ? അതെ അനന്യ, ഞാനാണ് മാധവ് മേനോൻ. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നിനക്ക് വേണ്ടി 20 വർഷം ഞാൻ കാത്തിരുന്നത്. അവസാനം ഞാൻ നിന്നെ കണ്ടെത്തി. നീ ഒരു കാര്യം ചെയ്യ്. നീ പെട്ടെന്ന് തന്നെ ഇവിടെ റെഡി ആയിട്ട് വാ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടോണം. വേഗം റെഡിയാവുക. ഓക്കെ അല്ലേ? ഞാൻ കാർ അയക്കാം. പിന്നെ ഒരു കാര്യം, അനന്യെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി വെൽക്കം സെലിബ്രേഷന് വേണ്ടി ഏർപ്പാടി. നീ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ഏർപ്പാടി. ഐ എം വെയിറ്റിംഗ്. ഓക്കെ അനന്യ, ഞാനിപ്പോൾ പോവാണ്. നിനക്ക് കാർ അയക്കാം. സീ യു. ബൈ. നീ എന്താണ് കാണിക്കുന്നത് പല്ലവി? എന്തിനാണ് അവരോട് കള്ളം പറഞ്ഞത്? അവരന്വേഷിച്ചു വന്നത് അനന്യനല്ലേ? അതായത് മീരെ. പക്ഷേ നീ എന്താ ചെയ്തത്? അനന്യ നീയാന്ന് പറഞ്ഞു. ഞാൻ അത്രയ്ക്ക് മന്ദബുദ്ധിയൊന്നും അല്ല. എനിക്ക് വന്ന് ഇത്രയും വലിയൊരു സൗഭാഗ്യം നഷ്ടപ്പെടുത്താൻ. ഇത്രയും കാലം ഞാനൊരു പിച്ചക്കാരിയായിട്ട് വളർന്നേ. പക്ഷെ ഇനി എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എന്തായാലും മാറിയേ പറ്റുള്ളൂ. എന്ത് അസംബന്ധം പറയുന്നേ? മീര പോകുന്നിടത്തേക്ക് നീ പോണോ? വേണ്ട പല്ലവി, അത് വലിയ തെറ്റാ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്?
മീര ആരും കാണാതെ ഒരു തോട്ടത്തിൽ വീണ് കിടന്ന സമയത്ത് എടുത്തോണ്ട് വീട്ടിലേക്ക് വന്നതല്ലേ? നിങ്ങൾ അവളുടെ ജീവൻ രക്ഷിച്ചു, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു, അവൾക്കൊരു പേരിട്ട് ആ വീട്ടിൽ വളർത്തി വലുതാക്കി. അവൾക്കാ നമ്മളോട് കടപ്പാട് വേണ്ടത്. അതിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയാ എന്താ കുഴപ്പം? ഞാനത് സ്വീകരിച്ചാൽ എന്താ? പല്ലവി വേണ്ട, അത് വലിയൊരു തെറ്റാ. ഞാൻ ഉള്ളിടത്തോളം കാലം ഞാനത് അനുവദിക്കില്ല. നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ വേറെ എന്താ പ്രതീക്ഷിക്കേണ്ടത്? ലോകത്തിന്റെ മുന്നിൽ അത്രയധികം തോറ്റുപോയ ഒരു മനുഷ്യനാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റാത്തതും. എന്നാൽ എനിക്ക് നല്ലൊരു ജീവിതത്തിനുള്ള അവസരം വന്നപ്പോ അത് നടക്കാതെ അതിനെ തടയാണല്ലേ? എനിക്ക് പണക്കാരിയാവാൻ ഭാഗ്യമുള്ളവളാ, എന്നെ അതിന് വിട്ടേക്ക്. എന്നിട്ട് നിങ്ങൾ വായടച്ച് മിണ്ടാതിരിക്കും. ഞാൻ പോവാണച്ചാ, ഈ ഭിക്ഷക്കാരുടെ ജീവിതത്തിൽ നിന്ന് പോവാ, പണക്കാരിയായിട്ട് ജീവിക്കാൻ പോവാ. പല്ലവി, നീ എന്തേ പറയുന്നേ? നീ എവിടെ പോവാ? ഈ ബാഗ് എന്തിനാ? ഞാനും എന്റെ ബോയ് ഫ്രണ്ടും വീണ്ടും ഒന്നായി. അവന്റെ വലിയ വീട്ടിലേക്ക് പോകാൻ എന്റെ തീരുമാനം. ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചോ. ടൂഡിൽസ്. അച്ഛൻ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കൂടെ ഇല്ലേ? എനിക്ക് ഇന്ന് ജോലിയും കിട്ടി. അപ്പൊ തന്നെ ഫ്ലോർ മാനേജറായി പ്രൊമോഷനും കിട്ടി. 30,000 രൂപ ശമ്പളം. ഇപ്പൊ എനിക്ക് സമാധാനായി. നിനക്ക് നല്ലത് വരും മോളെ. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയും കാലം ഒരു പിച്ചക്കാരിയായിട്ടാണ് ജീവിച്ചത്. ശരിക്കും ഈ ലക്ഷറിയസ് ലൈഫിന് ഞാൻ അവകാശപ്പെട്ടവളാ. ഇനി രാജകുമാരിയായിട്ടായിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു ലൈഫ് എന്റെ മാത്രം സ്വന്തം. അച്ഛാ, മോളെ മീരെ, ഒരുപാട് നാളായില്ലേ ഞാൻ ഇനി തിരിച്ചു പോവാ. എന്താ പെട്ടെന്ന് പോവാന്നൊക്കെ പറയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പല്ലവി, മോളെ പല്ലവി നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നിന്നെ അടിക്കുകയും ചെയ്തില്ലേ അവള്? എന്റെ പ്രിയപ്പെട്ട മകള്, അവള് ബുദ്ധിശാലിയാ. മോള് ക്ഷമിക്ക. അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? പല്ലവിന്റെ ചേച്ചിയല്ലേ? ദൈവത്തോട് നന്ദി പറയുന്നു. ഇപ്പൊ നിനക്കൊരു ജോലിയുണ്ട്, ജോലിയിൽ നന്നായി ശ്രദ്ധിക്കുന്നു. അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് അച്ഛനെ ഞാൻ ഇവിടെ നിർത്തും. എന്നിട്ട് പൊന്നു പോലെ എന്റെ അച്ഛനെ ഞാൻ നോക്കും. അതിനുശേഷം അച്ഛൻ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കണം മോളെ, ഇത് വലിയ പട്ടണമാ. ഒരു ഭാഗത്ത് ഞാൻ ദത്തെടുത്ത മോള് വയസ്സാം കാലത്ത് എനിക്ക് തണലായിട്ട് മാറുമെന്ന് പറയുന്നു. മറുഭാഗത്ത് പണക്കാരുടെ ജീവിതം ആഗ്രഹിച്ച് അവൾ എന്നെ ഇട്ടിട്ട് പോയി. ഓ ഗോഡ്, ഈ മാൻഷന്റെ ഇന്റീരിയർ ഗാർഡൻ കാണാൻ എന്റെ ഫ്ലാറ്റിനേക്കാളും എത്ര വലുതായത്. അപ്പൊ എന്റെ ലൈഫ് ശരിക്കും സെറ്റായി. ഇനി വേണം എനിക്കൊന്ന് ആഘോഷിക്കാൻ. ഭാവു, നീ ഇവിടെ കംഫർട്ടബിൾ ആണോ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും. താങ്ക് യു. മാധവ്, ഇതുപോലത്തെ ലോക്കറ്റ് നിങ്ങൾക്കും ഉണ്ടായിരുന്നോ? എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ രണ്ടിന്റെ ഡിസൈൻ ഒന്നാണല്ലോ. നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ ലോക്കറ്റും എന്റെ കഴുത്തിലെ ലോക്കറ്റും കാണാനായിട്ട് ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളിത് എപ്പോഴും ഇടാറുണ്ടോ? അല്ല, നീ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്താ? നീല എനിക്കിത് തന്നത്, അതൊക്കെ നീ മറന്നുപോയോ? നീ ഒരുപാട് പേടിച്ചു പോയോ? എങ്കിൽ നീ എന്റെ ലോക്കറ്റ് ഇട്ടോ. ഇതിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. എന്നാ നീ ഇത് വെച്ചോ. ആ ദിവസം മുതൽ ഇന്ന് വരയ്ക്കും ഇത് ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് ഊരിയിട്ടേ ഇല്ല. ഇന്നെൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ അരികിൽ തന്നെയുണ്ട്. പക്ഷെ ഇപ്പം നീ അതൊക്കെ എങ്ങനെ മറന്നുപോയത്? അതെന്താണെന്ന് വെച്ചാൽ എന്നെ ചെറിയ പ്രായത്തിൽ മിസ്സായതല്ലേ. എൻ്റെ തലയ്ക്കൊരു അടി കിട്ടിയിരുന്നു ആ സമയത്ത്. അതിനുശേഷം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയതാ. പക്ഷേ മാധവ്, നിന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ സൂക്ഷിച്ചു. നീ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയും അങ്ങോട്ട് എന്നും ഉണ്ടാവുകയും ചെയ്യും. സർ, ഇപ്പൊ നിങ്ങളുടെ മോൾ ഇൻസ്പെക്ഷൻ ടൈമാണ്. ശരി, ഞാൻ പോയിക്കോളാം. താങ്ക് യു. അച്ഛന് ഒരു പുതിയ ഷൂ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊടുക്കണം. അതാവുമ്പോ അച്ഛന് നടക്കാൻ നല്ല സുഖം ഉണ്ടാവും. ഹലോ, തൊടല്ലേ. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം ഈ വില കൂടിയ ഷൂസുമൊക്കെ തൊടാൻ. നീത, ആ സാനിറ്റൈസർ കൊണ്ടുപോവാ. ഈ വില കൂടിയ ഷൂസ് എല്ലാം സാനിറ്റൈസർ വെച്ച് തുടക്കേ. പിന്നെ നീ എന്തിനാ എന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നേ? എങ്ങോട്ടെങ്കിലും പോ. എന്തിനിങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഒരു കസ്റ്റമർ അല്ലേ? കസ്റ്റമറോ? കോലം കണ്ടില്ലേ അവിടെ? നീ കണ്ണാടി നോക്കാറില്ലേ? നിന്റെ അപ്പന് ഷൂ വാങ്ങുന്നുണ്ടല്ലോ, നിനക്ക് ഷൂ വാങ്ങാൻ കാശില്ലേ? അത് മാത്രമല്ല, നിന്നൊരു ദുർഗന്ധാണ്. ഒരു പെർഫ്യൂമെങ്കിലും വാങ്ങിച്ചൂടെ? അതിനും പൈസ ഉണ്ടാവില്ലല്ലേ? ദേ നോക്ക്, വേഗം എയർ ഫ്രഷ്നർ അടിക്കേ. ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. നാട്ടുപുറത്തുകാരുടെ ഒരു വലിച്ച നാറ്റം. അതെ, ഞാൻ ഗ്രാമത്തിൽ നിന്നാ വന്ന ഒരു കൃഷിക്കാരന്റെ മോളാ. എന്റെ അച്ഛനൊക്കെ ആ പണിയെടുക്കുന്നുണ്ടാ. നിങ്ങളെ പോലുള്ളവരൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ നാറ്റം.
അത് ഞങ്ങളെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും അഭിമാനവും ഉണ്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ സെക്യൂരിറ്റി വിളിക്കണം? ഇറങ്ങി പോവാൻ. ഇറങ്ങ്. സർ, താങ്കളായിരുന്നോ മോളിലേക്ക് വന്ന് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? തുണി വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. ഇവരൊക്കെ എവിടുന്ന് വലിഞ്ഞേറി വരുവാണെന്തോ. ഷോപ്പിലേക്ക് ആര് കയറി വന്നാലും അവർ നിങ്ങളുടെ കസ്റ്റമറാണ്. അവരോട് ഇങ്ങനെ പെരുമാറാൻ നിങ്ങൾക്ക് ആരാധികാരം തന്നെ? ഇവളെ പറ്റി താങ്കൾക്ക് അറിയില്ല. എനിക്ക് നല്ല ഉറപ്പാ ഇവളിവിടെ മോഷ്ടിക്കാൻ വന്നിരിക്കുക. അവളിട്ടിരിക്കുന്ന ഷൂ കണ്ടില്ലേ? അത് വാങ്ങാൻ പോലും കാശില്ലാത്തവളാ. പുറമെ കാണുന്ന വേഷം വെച്ചാൽ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് അവരുടെ ക്യാരക്ടർ ഉണ്ടാ, വാല്യൂസ് ഉണ്ടാ. എന്റെ മുകളിൽ കസ്റ്റമേഴ്സിനെ ബഹുമാനിക്കാത്ത ഒരാളെ എനിക്ക് ഇവിടെ ഒരു ആവശ്യമില്ല. യു ആർ ഫയർ. അത് പിന്നെ സർ. സെക്യൂരിറ്റി, ഇവൾക്ക് എല്ലാ സെറ്റിൽമെന്റും ഇപ്പൊ തന്നെ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവളെ മാളിൽ നിന്ന് പുറത്താക്ക്. പക്ഷെ സർ, നിന്റെ സൗന്ദര്യം നോക്കണോ? പ്ലീസ് ലീവ്. ഐ എം റിയലി സോറി. നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാനാണോ വന്നേ? അതെ, ഞാൻ അച്ഛനൊരു ഷൂസ് വാങ്ങാന്ന് കരുതി. ഞാൻ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കോളാം. ഇവിടെ എല്ലാത്തിനും ഭയങ്കര വിലയാ. നിങ്ങളുടെ അച്ഛന്റെ ഷൂ സൈസ് എത്രേ? സൈസ് 10. എന്താ രാജേഷ്? യെസ് സർ. എത്രയും പെട്ടെന്ന് 4 ബെസ്റ്റ് പെയർ കോസ്റ്റ്ലി ഷൂസ് എടുത്തോണ്ട് വാ. ഷുവർ സർ. ഈ ഷൂസ് ഒക്കെ ഭയങ്കര വിലയാ. എനിക്ക് തൽക്കാലം വേണ്ട. ഇവിടെ നോക്കി, ഈ ഷൂസ് നിങ്ങളുടെ അച്ഛന് തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഇത് എന്റെ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ? ഹായ് ഡാഡ്, എനിക്ക് നിങ്ങളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പോരെ പോരെ പോരെ, ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണം. ഡാഡ്, ഇല്ല ഇല്ല ഇല്ല, ഇത് കുറച്ച് ഓവറാ. പണക്കാരൊന്നും എന്തായാലും ഇങ്ങനെ കറിയില്ല. മേക്കപ്പ് പോയാലോ? അതുകൊണ്ട് ശരി. മാമിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അവരെത്രയും വേഗം ഇവിടെ എത്തും. പുറപ്പെട്ട് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഓക്കെ. ഇന്ന് ഞാൻ അവളുടെ ഡാഡിനെ ശരിക്കും ഇംപ്രസ് ചെയ്യാൻ പോവാ. അവരെന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് പറയും. അതോടെ എല്ലാം ശരിയാവും. സർ സർ സർ, നിങ്ങൾ നേരെ ബ്രിക്ക് അറേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്നല്ലേ വരുന്നത്? നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ അഴുക്കായിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രസ്സ് നമുക്ക് മാറ്റിയാലോ? എന്റെ മകളെ കാണാൻ ഞാൻ 20 വർഷം കാത്തിരുന്നത്. ഇനി ഒരു നിമിഷം പോലും എനിക്ക് വഹിക്കാൻ പറ്റില്ല. നീ വാ. നന്നായി പണിയെടുത്താ വേഗം പ്രമോഷൻ കിട്ടും. ഞാൻ കാണിച്ച ഇത് കണ്ടോ? ഇവിടെ സാഫ്രോൺ റെസ്റ്റോറന്റ് എവിടെ ഉള്ളത്? നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിക്കും. ഇത്രയും വലിയ റെസ്റ്റോറന്റിലൊന്നും വന്ന് കഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. മനസ്സിലായോ? മെനു കാർഡ് കണ്ട അപ്പൊ തന്നെ ഓടിക്കോളും. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? സർ ചോദിച്ച റെസ്റ്റോറന്റ് കാണുന്നതാ. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എന്റെ ഡ്രസ്സിൽ ഇത്ര അഴുക്കുണ്ടായിരുന്നു, എന്നിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇത് ചെളിയല്ലേ സർ? ഞാൻ അതിലാ വളർന്നത്. ചില സമയത്ത് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷെ ചില സമയത്ത് അതിനുള്ള സമയം കാണില്ല. അതൊന്ന് നോക്കിയാൽ മതി. മീര, അവരൊന്ന് പോയി ഹെൽപ്പ് ചെയ്യേ. അവരെ കാലിനൊന്ന് പറ്റിയിട്ടുണ്ട്. ഓക്കെ സർ. ഞാൻ വിചാരിക്കുന്നത് എന്റെ മകൾ ഇവിടെ പോലെ ആവുന്ന. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ? എന്തിനാ ഇപ്പോൾ ഉള്ളിലേക്ക് വന്നത്? ഇത് VIP ലോഞ്ചാ. ഗെറ്റ് ഔട്ട്. അയ്യേ, ഇത്ര അഴുക്കുള്ള ഡ്രസ്സിലൊക്കെയാണോ വന്നിരിക്കുന്നത്? അയ്യോ, ഇത് ആര് ഇത്ര അഴുക്ക് പിടിച്ചൊരു മനുഷ്യനെ ഈ മാളിന്റെ ഉള്ളിലേക്ക് വിട്ടത്? ഓ, ഇപ്പഴാ മനസ്സിലായി. നീ മുതലാളി കഴിച്ചതിന്റെ ഭക്ഷണം ബാക്കി കഴിക്കാൻ വേണ്ടി വന്നതാണോ? ദേ നോക്ക്, നീ ഇതുപോലെ എങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നാ ഈ ഏരിയ മുഴുവൻ നീ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. നിങ്ങളിപ്പോ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ? മാധവ്, കണ്ടില്ലേ ഈ ഭിക്ഷക്കാരനെ? VIP മാത്രം വരുന്ന സ്ഥലത്ത് കയറി വന്നേക്കാം. നിങ്ങൾ ഇയാളെ ഇറക്കി വിട്. എന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരും. ഇതുപോലുള്ള ഭിക്ഷക്കാരനെ ശല്യം ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അനന്യ, നിന്റെ അച്ഛൻ വന്നുകൊണ്ടിരിക്കല്ല, വന്നു കഴിഞ്ഞു. ഈ നിൽക്കുന്നതാണ് നിന്റെ അച്ഛൻ. വാട്ട്? അയ്യോ ഡാഡ്, നിങ്ങൾ സോറി ഡാഡ്. ആക്ച്വലി ഡാഡിനെ കണ്ടപ്പോ ഡ്രസ്സൊക്കെ ആകെ അഴുക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഐ എം സോ സോറി. അതുകൊണ്ട് ആരും എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ നീ എങ്ങനെയാണോ സംസാരിക്കുക? ഡ്രസ്സിൽ കുറച്ച് അഴുക്കായി പോയാ അവിടെ നീ പെരുമാറുന്നത് ഇങ്ങനെയാണോ? ആക്ച്വലി ഞാൻ ചെറിയ വയസ്സ് മുതലേ ഗ്രാമത്തിലല്ലേ വളർന്നത്. അവിടെ മാനേഴ്സ് പറഞ്ഞു തരാനൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. ഇനി ഞാൻ കുറച്ച് പഠിച്ചോളാം. സർ അത് റെഡി ആയിട്ടുണ്ട്. ആണോ? വാ മോളെ, പ്ലീസ് കം. അയ്യോ എന്റെ ദൈവമേ, ഈ വൃത്തിയായിട്ടുള്ള ഇവിടെ എന്താ പണി? ഈ സമയത്ത് എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? അടുത്ത പ്രശ്നത്തിന് വേണ്ടിയുള്ള വരവാണോ?
ഈ പെൺകുട്ടി നിങ്ങളുടെ മോളിലെ നല്ല ടാലന്റായ എംപ്ലോയി. എന്റെ ഡ്രസ്സ് കണ്ടൊന്നും ജഡ്ജ് ചെയ്തില്ല, അതുപോലെ അകത്തേക്ക് വരുന്നതും പറഞ്ഞില്ല. നിങ്ങളുടെ മോളിലേക്ക് നല്ല എംപ്ലോയി തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അതുപോലെ ഒരു കംപ്ലൈന്റ്, ഇതുപോലെ നല്ലൊരു എംപ്ലോയി നിങ്ങൾ ഫ്ലോർ മാനേജർ ആയിട്ടല്ല ഇരുത്തേണ്ടത്. അത് ശരിയായില്ല. ആക്ച്വലി അതെന്താന്ന് വെച്ചാൽ യുവർ റൈറ്റ് അങ്കിൾ. മീര, ഇന്നു മുതൽ നീ VIP ലോഞ്ചിന്റെ സൂപ്പർവൈസറാണ്. അത് മാത്രമല്ല നിന്റെ ശമ്പളം 1 ലക്ഷം. സത്യാണോ സർ? എന്റെ അച്ഛനത് അറിയുമ്പോൾ ഒരുപാട് സന്തോഷാവും, പിന്നെ എന്റെ ചേച്ചിക്കും. മാഡം എന്തു പറ്റി? ഓക്കെ അല്ലേ? മാഡം എന്തെങ്കിലും അന്വേഷിക്കുകയാണോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഡാഡ്, എനിക്ക് ദേഹത്തിന് എന്തോ തീരെ സുഖമില്ലാത്ത പോലെ. എനിക്കൊന്ന് പെട്ടെന്ന് വീട്ടിൽ പോകണം. ഞാൻ ചെല്ലട്ടെ സർ. മാധവ്, അവളുടെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നീ അവളുടെ ഒപ്പം കുട്ടിക്കാലം മുതലേ ഉള്ളതല്ലേ? അപ്പോഴൊക്കെ എല്ലാവരെയും സ്നേഹിച്ചിരുന്നു, പരിപാലിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അവളിങ്ങനെ റോഡായി നടക്കുന്നത് എനിക്കെന്തോ തീരെ ഇഷ്ടാവുന്നില്ല. അങ്കിൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഒരു DNA ടെസ്റ്റ് നടത്തി ഇത് അങ്കിളുടെ മോള് തന്നെയാണെന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐ തിങ്ക് അതൊരു നല്ല ഐഡിയ. അയ്യോ, DNA ടെസ്റ്റ് ചെയ്താ സത്യമെല്ലാം പുറത്തു വരും. ഞാൻ മകളല്ലെന്ന് മനസ്സിലാവുകയും ചെയ്യും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പെറ്റേണിറ്റി ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. അദ്ദേഹത്തിന്റെ മകൾ അനന്യ, ആ അവകാശം എനിക്ക് മാത്രമായിരിക്കണം. ഇത് മാത്രം നിങ്ങളൊന്ന് പ്രൂവ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും. എല്ലാം നിങ്ങൾ പറയുന്ന പോലെ. മീര, മുകളിലെ ക്ലോത്തിങ് സ്റ്റോറിലെ സൂപ്പർവൈസർ ഇന്ന് ലീവാ. അവിടുത്തെ ക്ലീനിങ് കാര്യമൊക്കെ നോക്കിക്കോളൂ. അതിനെന്താ സർ? താങ്ക് യു. സോറി സർ, ഞാൻ പിന്നെ വരാം. ആ റിംഗ് ലോക്കറ്റ് ഞാൻ ചെറുതിൽ ആർക്കോ കൊടുത്താണല്ലോ. അത് എൻ്റെ റിലേറ്റീവ്സിൽ ആർക്കാണ് കൊടുത്തേ? എന്തായാലും സാറിനോട് തന്നെ ചോദിക്കാം. സർ, എനിക്കൊരു കാര്യം നോക്കാനുണ്ട്. എന്തായി സർ, അത് കാണാൻ സാറിന് ഷർട്ട് അഴിക്കണം. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സർ പ്ലീസ്, ഒറ്റ പ്രാവശ്യം. കയ്യിലും എന്റെ സർ, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം. നീ എന്തായി ചെയ്യുന്നേ? സാർ റോങ് ടൈം. സോറി സാർ. ഒന്ന് നോക്കട്ടെ. നീ എന്താ ചെയ്യുന്നേ? നിന്റെ ഉദ്ദേശം എന്താ പറ? അത് എനിക്കൊന്നും കാണണ്ട.